മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, സുരക്ഷിതമായ വാഹന സൗകര്യവും ഞങ്ങളുടെ പ്രത്യേകതയാണ്. അഡ്മിഷൻ സ്റ്റാർട്ടഡ് LKG to 9th ആൻഡ് ട്രെൻഡ് പ്രീ സ്കൂൾ, KMO ഇംഗ്ലീഷ് ഹൈസ്കൂൾ, പിലാക്കോട്ടുപാടം, കരുളായി. ലോകകപ്പ് ഫുട്ബോൾ ആരവം ഉയരാനിരിക്കെ മിനിയേച്ചർ ലോകകപ്പ് സംഘടിപ്പിക്കാനൊരുങ്ങി ജില്ലാ പഞ്ചായത്ത് അംഗം. കരുവാരക്കുണ്ട് ഡിവിഷൻ അംഗം മുസ്തഫ അബ്ദുൽ ലത്തീഫാണ് കരുവാരക്കുണ്ട്, തുവൂർ, കാളികാവ് പഞ്ചായത്തുകളിലെ ക്ലബ്ബുകളെ പങ്കെടുപ്പിച്ച് മിനിയേച്ചർ ലോകകപ്പ് ഫുട്ബോൾ മേള നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ക്ലബ്ബ് ഭാരവാഹികളുടെ യോഗം വിളിച്ച് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തി. ജൂൺ 11 ആരംഭിക്കുന്ന ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ പ്രചാരണാർത്ഥമാണ് വ്യത്യസ്ത പരിപാടിയുമായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കരുവാരക്കുണ്ട് ഡിവിഷൻ അംഗം മുസ്തഫ അബ്ദുൽ ലത്തീഫ് രംഗത്തെത്തിയത്. കരുവാരക്കുണ്ട് ഡിവിഷനിൽ ഉൾപ്പെടുന്ന കരുവാരക്കുണ്ട്, കാളികാവ്, തുവൂർ പഞ്ചായത്തുകളിലെ വിവിധ ക്ലബ്ബുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ക്ലബ്ബുകളെ പങ്കെടുപ്പിച്ചാണ് മിനിയേച്ചർ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ക്ലബ്ബുകൾ ലോക ഫുട്ബോളിലെ വിവിധ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് മത്സരിക്കും. അർജന്റീന, ബ്രസീൽ, ഫ്രാൻസ്, ജർമ്മനി, പോർച്ചുഗൽ, സ്പെയിൻ, ഇംഗ്ലണ്ട് എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയുടെ പേരിലും ടീം കളിക്കും. വിജയികളാകുന്ന ക്ലബ്ബുകൾക്ക് ആകർഷകമായ പ്രൈസ് മണിയും ട്രോഫിയും സമ്മാനിക്കും. തിരഞ്ഞെടുക്കപ്പെട്ട ക്ലബ്ബുകൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട കളിക്കാരെ ടൂർണമെന്റിൽ പങ്കെടുപ്പിക്കുന്നതിന് നിയന്ത്രണമില്ല. ലോകകപ്പിന് മുന്നോടിയായി നടക്കുന്ന ടൂർണമെന്റിൽ പങ്കെടുക്കാനുള്ള ക്ലബ്ബുകളെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഡിവിഷനിലെ മുഴുവൻ ക്ലബ്ബുകളുടെയും പ്രത്യേക യോഗം യൂത്ത് സോക്കർ മീറ്റ് എന്ന പേരിൽ സംഘടിപ്പിച്ചു. വ്യാപാര ഭവനിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം മുസ്തഫ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. ഒന്നുമല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും, സൗദിക്കാരൊക്കെ ഉണ്ടാവും. സൗദിയിൽ നമ്മൾ വേൾഡ് കപ്പിലില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ആ ഒരു സ്പിരിറ്റിലെടുക്കണം. ഇതൊരു പ്രദർശന മത്സരമാണ്. അപ്പോൾ തങ്ങളുടെ ക്ലബിൽ, ഇപ്പം എൻ്റെ ക്ലബിൽ പിന്നെ ഏത് രാജ്യത്തെയാണോ റെപ്രസെന്റ് ചെയ്യേണ്ടത്, നമ്മൾ ആ ടൂർണമെന്റിൽ തീർത്തും ആ രാജ്യമായിട്ട് മാറണം. അങ്ങനെയാണ്. അപ്പോൾ 8 ടീമുകളാണ് നമുക്ക് വേണ്ടത്. ഇപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു 30-35ഓളം വരുന്ന ക്ലബ്ബുകൾ വന്നിട്ടുണ്ട്. നമ്മളിത് തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ ഡിവിഷൻ, ഞാൻ പറഞ്ഞു, ഈ ഡിവിഷനിലെ 3 പഞ്ചായത്തുകളാണ് ഇതിൽ മാറ്റിവെക്കുന്നത്. ഈ 3 പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ കരുവാരക്കുണ്ട് പഞ്ചായത്ത്, കാളികാവ് പഞ്ചായത്ത്, തുവൂർ പഞ്ചായത്ത്. ഈ 3 പഞ്ചായത്തിൽ നിന്നുള്ള 8 ടീമുകൾ നമുക്ക് എടുക്കേണ്ടത്, 8 ക്ലബ്ബുകൾ. അപ്പോൾ അതിനൊരു പിന്നെ മാനദണ്ഡം ഞങ്ങൾ കണ്ടെത്തിയത്, കരുവാരക്കുണ്ട് പഞ്ചായത്തിലും കാളികാവ് പഞ്ചായത്തിലും കൂടുതൽ വാർഡുകളുണ്ട്. വാർഡുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ജനസംഖ്യ കൂടുമ്പോൾ അതിനനുസരിച്ച് ക്ലബ്ബുകളുടെ എണ്ണം കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കരുവാരക്കുണ്ടിലും കാളികാവിലും 3 വീതം ക്ലബ്ബുകളെ സെലക്ട് ചെയ്യാം. തുവൂരിൽ നിന്ന് 2 ക്ലബ്ബുകളെയും സെലക്ട് ചെയ്യാം. ജാഫർ പുൽവെട്ട അധ്യക്ഷത വഹിച്ചു. കുഞ്ഞുട്ടി കരുവാരക്കുണ്ട്, ആദിൽ ജഹാൻ, അഡ്വക്കേറ്റ് ബാദുഷ, KKM ഇക്ബാൽ, അമാനുള്ള അമ്പലക്കടവ്, EP ആഷിഖ്, നുഹ്മാൻ പാറമ്മൽ, നിസാർ തങ്ങൾ, OP സിദ്ദീഖ്, A ലബീബ്, ജാബിർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ AK ഹംസക്കുട്ടി, ജിംഷാദ്, ചെറി, P ആഷിഖ് എന്നിവർ പ്രസംഗിച്ചു. മെയ് അവസാന വാരത്തിലാണ് മിനിയേച്ചർ ലോകകപ്പ് നടക്കുക. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്.